കൊള്ളാം, ഇത് അടിപൊളി ഫ്രെയിമാ. കൊള്ളാം. ഇത് വേണമെങ്കിൽ ഒരു സ്മാരകമായിട്ട് സൂക്ഷിക്കാം. നോക്കട്ടെ. ടോം ആൻഡ് ജെറി ഇൻ 1 ക്ലാസ് എന്ന് വേണമെങ്കിൽ ഒരു അടിക്കുറിപ്പും കൊടുക്കാം. എവിടെയെങ്കിലും തന്നെ നോക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ സൂപ്പർ പോലും. ആർക്ക് വേണം ഇത്? ഇങ്ങോട്ട് തന്നെ, ഞാൻ നോക്കട്ടെ. നന്നായിട്ടുണ്ടടാ. അമ്മയെ ഞാനിന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യട്ടെ? വേണ്ട, എപ്പോ എനിക്ക് എന്നെ കൊണ്ടുവിടാൻ പറ്റുന്നില്ലല്ലോ. ഇന്നെ കൊണ്ടുപോവാൻ ആളിപ്പ വരും. അപർണ മോള്, യു ഗെറ്റ് റെഡി മാൻ. ബട്ട് ഐ ആം ഓൾറെഡി റെഡി. അത് ശരി, അപ്പൊ അമ്മ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. നമുക്കേ അമ്മയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം. അയ്യോ, ഒരു മിനിറ്റ്. ഭഗവാനേ, ശ്രീം ഹ്രീം ക്ലീം ക്ലം കം ഗണപതിയേ വരവരദ സർവജനമയ വശമാനേ സ്വാമി. ഞാനയച്ച മെസ്സേജ് കണ്ടില്ലേ? ഞാനയച്ച മെസ്സേജിന് എന്താ മറുപടി അയക്കാത്തെ? അത് പിന്നെ സോറി. എന്ത് സോറി? വൃത്തികെട്ടവനെ, നിന്നെ ഇന്ന് ഞാൻ. എടി കീർത്തനെ, അവനെവിടെയത്? അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തിക്കോ, ഞാൻ വരുന്നു. അച്ഛൻ താഴെ എത്തും മുമ്പ് വേഗം സ്ഥലം വിട്ടോ. എന്താ പ്രശ്നം? എന്തിനാ നിന്റെ അച്ഛൻ എന്റെ നേരെ വരുന്നത്? നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നിന്റെ കൊള്ളത്തരം മുഴുവൻ ഇന്ന് ഞാൻ പൊളിച്ചെടുക്കും, കണ്ടു? അച്ഛൻ വന്ന് നിന്നെ ശരിയാക്കും. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. അച്ഛൻ എത്താറായി. ഓടിക്കോ. എന്താണ് തുറച്ചു നോക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഓടി രക്ഷപ്പെടാൻ നോക്കുന്നോടാ കൊള്ള തിരുമാലി. നാശം. ഞാൻ എങ്ങോട്ട് വിളിച്ചോടാ നോക്കി? നീ ഓടിയത് നിങ്ങൾ എന്തിനാ കാണുമ്പോ എന്നെ ചാടി കടിക്കാൻ വരുന്നത്? ചോട്ടം നിന്റെ കുടുംബ പാരമ്പര്യം ആണല്ലോ. അതെങ്ങനെയാ പാരമ്പര്യം കാണിക്കാതിരിക്കോ? നിങ്ങൾ എല്ലാരും കേൾക്കണം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വാടകക്കാശ് തരാതെ പറ്റിച്ചിട്ട് ഇവന്റെ അച്ഛൻ ഒളിച്ചോടി. അന്ന് അച്ഛനായിരുന്നെങ്കിലേ ഇന്ന് മകനാണ് കള്ളൻ. ഇങ്ങനെ പോയാല് ഇവൻ ഈ ഒറ്റ വീട് കോളനിയിലെ എല്ലാ വീടുകളും കാട്ടുമുടിച്ചൊരു പരിവാക്കും. അത്രയ്ക്ക് വിഷവിത്താണ് ഇവൻ. എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറുവേ. നിന്റെ അച്ഛന്റെ മാത്രമല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ വരെ കഥ ഞാനെന്ത് പുറത്തു കൊണ്ടുവരും. ആ തേപ്പുകാരന്റെ കടയിൽ നിന്ന് എന്റെ ഷർട്ടുകളെല്ലാം മോഷ്ടിച്ചെടുത്തിട്ട് നീ അങ്ങ് വിലസാണല്ലടാ. വലിയ ഹീറോയാണെന്നാ വിചാരം. പാരമത്തണ്ടി ഊരടാ. ഷർട്ടൂരൻ നിങ്ങളുടെ ഷർട്ടാണെന്നുള്ളതിന് എന്താ തെളിവ്? ഓഹോ, തെളിവ് വേണം നിനക്കല്ലേ? തരാവടാ, ഞാൻ തരാവടാ. ഇപ്പൊ ഇത് കണ്ടോ? ഈ ഷർട്ടിന്റെ കോളറില് ഞാൻ MP എന്ന് എഴുതിയിട്ടുണ്ട്. MP എന്ന് വെച്ചാൽ സാധാരണ MP അല്ല, മാർത്താണ്ഡം പിള്ള. അതാ നോക്ക് നോക്ക് നോക്ക്. ഊരടം, ഇങ്ങോട്ട് ഊരടം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നീ ഷർട്ടയക്ക്. അമ്മ അഴിക്കാനല്ലേ പറഞ്ഞേ? അമ്മ, ഇത് ഇങ്ങനെ ഷർട്ടല്ല. ഓഹോ, ഓരതല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നേ? ഊരടാ, ഊര്. ഊരാൻ പറഞ്ഞപ്പോ ഊരടാ. മാർത്താണ്ഡം പിള്ള MP. കണ്ടോ? മാർത്താണ്ഡം പിള്ള MP, മാർത്താണ്ഡം പിള്ള MP.
അതെ, ഈ പെരുങ്കള്ളനെ എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ തേക്കാൻ കൊടുക്കുന്ന സകല ഷർട്ടും അടിച്ചു മാറ്റി ഇവൻ ഇട്ടോണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് കയ്യോടെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ ഈ ഷർട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്. അല്ലായിരുന്നെങ്കിൽ ഒരു കാലത്ത് ഇവനൊന്ന് സമ്മതിക്കാനേ പോകുന്നില്ല. പെരുങ്കള്ള കൂട്ടങ്ങൾ. നല്ലോണം കക്കാനും അറിയാം, നന്നായി നിൽക്കാനും അറിയാം. ഈ തെളിവ് മതിയോടാ നിനക്ക്? മതി അച്ഛാ. എന്തായാലും ഷർട്ട് തിരികെ കിട്ടിയല്ലോ. നിന്നോട് ചോദിച്ചോടി, ഇനി ഒരക്ഷരം മിണ്ടിപ്പോയാൽ ഒട്ടിച്ച് നിന്റെ ചെവിക്കൽ ഞാൻ പൊട്ടിക്കും. ഒരാളും ഇതിനകത്ത് ഇടപെടരുത്. ഒരാള് പോലും ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്. പറയണം സുധാമണി മാഡം, എവിടുന്നാ ഈ ചെറുക്കനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത്? നീ കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ എന്തിനാ ട്രെയിനിങ്? രക്തത്തിലുണ്ടല്ലോ 10 ഗുണം 10 ഗുണം. അമ്മേ, ഞാൻ ഇയാൾ പറയുന്ന പോലെ തൊട്ടതും പോരാഞ്ഞിട്ട് നിന്ന് ന്യായീകരിക്കുന്നോടാ നായ. ഹിന്ദി കോളനിയില് സുധാമണിക്ക് ഒരു പട്ടം കൂടി ചാർത്തി കിട്ടി. കള്ളന്റെ തള്ള നീ കാരണ. ഈ ആൾക്കാരെ മധ്യത്തില് ഇങ്ങനെ തലയും കൊമ്പിട്ട് നിൽക്കാൻ നാണമല്ലടാ നിനക്ക്? ഇവനെങ്ങനെ നാണം ഉണ്ടാവാനാ? ഉള്ള നാണം മുഴുവനുവേ കുടുംബത്തിലുള്ള എല്ലാരും കൂടെ ചേർന്ന് അങ്ങ് കുടിച്ചു പറ്റിച്ചില്ലേ? മൂത്ത മകനെ ഒരു പണക്കാരി പെങ്കൊച്ചിനെ പറഞ്ഞു പറ്റിച്ച് പുളിക്കമ്പ പിടിച്ചിരിക്കുക. ഇളയവൻ മറ്റുള്ളവരുടെ ഷർട്ടും നിക്കറും ഒക്കെ മോഷ്ടിച്ചാതെ ഇങ്ങനെ വിലസുന്ന. പിന്നെ അമ്മ, അതാണ് ഏറ്റവും വിചിത്രം. ഈ പ്രായത്തിലും യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോവും. അതും ആര് പറഞ്ഞിട്ട്? കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരുത്തർ ഒരു ദിവസം ഇവിടെ വന്നില്ലേ? ഇവളുടെ ഒരു കൈക്കാരൻ കിളവൻ ഒയോട് പറഞ്ഞിട്ട്. നിനക്ക് നാണമുണ്ടോ? ഒരു അന്യ പുരുഷന്റെ കൂടെ സംബന്ധം കൂടി നടക്കാൻ? ഈ അഴിഞ്ഞാട്ടക്കാരിക്കുണ്ടായവന്മാരൊക്കെ കട്ടും മോഷ്ടിച്ച് നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അതങ്ങനെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? നീ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ മാത്രമാണ്, അല്ലാതെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഉടമസ്ഥനല്ല. അതുകൊണ്ട് വായില് വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാലേ നിന്റെ വായില് പല്ലുണ്ടാവില്ല. നീ ചെവിയില് വെച്ചിരിക്കുന്ന പോലുള്ളൊരു കുന്ത്രാണ്ടം നിന്റെ വായിലും വെച്ച് പിടിപ്പിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ. മനസ്സിലായോടാ? സ്വന്തം അഭിമാനം രക്ഷിക്കാനായി, ചാരിത്രം സംരക്ഷിക്കാനായി ഇത്രയും കാലം മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിച്ച എന്റെ ഈ സാധു പെണ്ണിനെ പറ്റി ഇത്രയ്ക്കും മ്ലേച്ഛമായി അപവാദം പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? ഒരു സ്ത്രീയുടെ ചാരിത്രത്തെ അവഹേളിക്കാനല്ലാതെ മറ്റൊന്നിനും നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് നാവ് പൊങ്ങില്ല. ഇത് നിനക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയോട് സംസാരിക്കാനായി വായി തുറക്കുന്നതിന് മുമ്പ് 10 വട്ടം നീ ആലോചിക്കണം. അല്ലാതെ എപ്പോഴൊക്കെ നീ നിന്റെ പുഴത്ത് നാവ് പൊന്തിച്ചാലും അപ്പോഴൊക്കെ നിന്റെ കർണത്തന്റെ കൈ പതിക്കും. മാപ്പ് പറയാൻ സുധാമണിയോട് മാപ്പ് പറയാൻ.
അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എഴുതണം. ഇത്രയും പേരെ സാക്ഷി നിർത്തി ആ നോട്ടീസ് ബോർഡിൽ നീ എഴുതണം. സുധാമണിയോട് പറയണ്ട നിന്റെ മാപ്പ്. അമ്മ ഇനി എത്തിയില്ലേ? ഇന്നും മീനാക്ഷി ഒറ്റയ്ക്കാണോ വന്നത്? സുധാമണി ആന്റിയോട് ഇന്ന് വഴക്കടിച്ചല്ലേ? ടീച്ചർ ടീച്ചർ ഗുഡ് Good മോർണിംഗ് morning, ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ശിവപാർവതി പ്രസന്റ് ടീച്ചർ. സജിന പ്രസന്റ് ടീച്ചർ. അമീർ പ്രസന്റ് ടീച്ചർ. ആൻസി പ്രസന്റ് ടീച്ചർ. ജീന പ്രസന്റ് ടീച്ചർ. മീനാക്ഷി പ്രസന്റ് ടീച്ചർ. ഹരി പ്രസന്റ് ടീച്ചർ. സുധാമണി സുധാമണി ഇല്ലേ? സുധാമണി എത്തിയില്ലേ? അമ്മ സ്കൂളിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വരുന്നത്? അമ്മ മാർക്കറ്റിലേക്ക് പോയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ സ്കൂളിലേക്ക് വന്നു മാം. അമ്മ സ്കൂളിലേക്ക് പച്ചക്കറിയായിട്ടാണോ വരിക? ഫ്രീ പീരീഡുകളിൽ ഇവിടെ ഇരുന്ന് പച്ചക്കറി കട്ട് ചെയ്യാനാണോ? All of you please take your homeworks. Yesterday I have given. എന്റെ ആഗ്രഹം പോലെ അമ്മ പഠിത്തം നിർത്തിയോ? എന്റെ ഈ തോന്നൽ സത്യമായിരിക്കണം ഈശ്വര. പിള്ളേച്ചാ, സാഗറിനുള്ള ദേഷ്യം എന്നോട് തീർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മോൻ മോഷ്ടിച്ചെന്റെ ശിക്ഷ അമ്മേന്റെ ചാരിത്രത്തിന് കളങ്കം ഏൽപ്പിച്ചോണ്ടല്ല നൽകണ്ട. മോൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മോന് ഞാൻ കൊടുത്തിരിക്കും. എന്റെ മോൻ കട്ടെടുത്ത ഷർട്ടിന്റെ വില എത്രയാണെന്ന് എന്നോട് പറയണം. അതിന്റെ ഇരട്ടി വിലക്കുള്ള ഷർട്ട് സാഗർ ഇങ്ങക്ക് വാങ്ങിച്ചേരും. അത് നീ നിന്റെ സ്വന്തം പൈസക്ക് വാങ്ങിക്കൊടുക്കണം. എല്ലാവരും പോയിക്കോളൂ. പോയിട്ട് അവരവരുടെ ജോലി ചെയ്തോളൂ.
സീതാദേവിയുടെ കാലം തൊട്ടേ ഈ അഗ്നിപരീക്ഷകൾ നമ്മുടെ തലയിൽ വരച്ചിട്ടുള്ളതല്ലേ. നീ വിഷമിക്കരുത്. നേരം വൈകി, പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാം. ചെല്ലു മോളെ, ചെല്ല്. ഇങ്ങ് വാ. വാ. ഈ വിഘ്നേശ്വര ഭഗവാനെ സാക്ഷി നിർത്തി എന്റെ തലയെ കൈവച്ച് നീ സത്യം ചെയ്യണം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. ചെയ്യടാ. അമ്മയാണേ സത്യം, ഗണപതി ഭഗവാനാണേ സത്യം. ഇനി ഞാനിങ്ങനെ തെറ്റ് ചെയ്യില്ല. സത്യം. ഈ ഓട്ടോക്കാരല്ലേ ഇത് ഏടെ പോയി കിടക്കുന്നാന്ന് ഒരാവശ്യത്തിന് നോക്കിയാൽ ഒരൊറ്റ എണ്ണത്തിനും കാണൂല. ഓട്ടോ ഓട്ടോ ഓട്ടോ. അവന്റെ അഹങ്കാരം നോക്കിയ ഇവർക്കല്ല ഇത് എന്തിന്റെ കേടാ. കൈ കാണിച്ച പോലെ നിർത്താണ്ട് പോന്ന പോക്ക് കണ്ടില്ലേ. ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ തുക്കട വണ്ടിയും കൊണ്ട് നടക്കുന്നു. ഓട്ടോ ഓട്ടോ ഓട്ടോ. എവിടെ പോവാനാ? യശോദ മെമ്മോറിയൽ സ്കൂൾ. അയ്യോ, അതൊരു കുഞ്ഞു ഓട്ടോ അല്ലേ ചേച്ചി. ശംഖുമൂത്തിന് ഉണങ്ങി കയറിക്കോ. മുഴുവൻ ഒരുമിച്ച് പണിമുടക്കിലാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഈ പ്രായത്തിലുള്ള ഒരു സ്കൂളിലേക്ക് പോകുന്ന കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ നേരെ നോക്കി വണ്ടി വിടുന്ന്. കൃത്യസമയത്ത് സ്കൂളിൽ എത്തിയിട്ടില്ലെങ്കിൽ ടീച്ചർ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. വണ്ടിയൊന്നും വേഗം വിടും. അല്ല, ഇതിന്റെ പേരിൽ ഇപ്പൊ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏതെങ്കിലും ഒരു മാർഗത്തിൽ എല്ലാത്തിനെയും ഒറ്റ അടിക്ക് പൂട്ടണം. ആ അഡ്വക്കേറ്റിന്റെ നമ്പര് എനിക്കൊന്ന് അയച്ചു തന്നാ മതി. സാർ വരെയൊന്നും വേണ്ട. ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് അനുഭവിച്ചാലേ അറിയൂ അതിന്റെ വേദന. കീർത്തനെ, നീ ഈ ചായ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നാണോ അതോ എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്നാണോ? അച്ഛൻ ഫോണിലായതുകൊണ്ട്. ഫോൺ എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അല്ല, ഞാൻ ഇതിനകത്ത് കയറിയിരിക്കല്ലോ. ഇങ്ങോട്ട് താടി. അച്ഛൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ആയി സംസാരിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ മുഴുവനും അച്ഛന്റെ കൺട്രോളില്ലാത്ത സംസാരം കൊണ്ടുണ്ടാകുന്നതല്ലേ? നീ എന്നെ ബുദ്ധി വിവരം പഠിപ്പിക്കാൻ വന്നിരിക്കാന്നോ? അധികം ചിലക്കാൻ നിക്കല്ലേ. നിക്കണ്ടടുത്ത് നിന്നോണം, ഇല്ലെങ്കിൽ നിർത്തും. അച്ഛൻ നല്ലതുപോലെ നിന്നിരുന്നെങ്കിൽ മാധുമ്മയുടെ കയ്യിൽ നിന്ന് ഈ തല്ലൊക്കെ വാങ്ങിക്കൂട്ടണമായിരുന്നോ? ആ കിളവി കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്നത് കൊണ്ടാ ഞാൻ വെറുതെ വിട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ചെവിക്കുറ്റി അടിച്ച് നീരാക്കിയേനെ. അച്ഛൻ സുധാന്റിയെ പറഞ്ഞത് മാധുമ്മയ്ക്ക് തീരെ ഇഷ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ അവര് പ്രതികരിച്ചത്. പിന്നെ ആ പാവ സുധാന്റി എന്ത് തെറ്റ് ചെയ്തിട്ടാ
അച്ഛൻ അവരെ പറ്റി അനാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞത്? ഒരു ശുദ്ധൻ. അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഞാൻ ഇത്രയും അപമാനിക്കപ്പെട്ടത്. മറക്കില്ല ഞാൻ, ഒന്നിനെയും വെറുതെ വിടുകയില്ല.